അതിലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ IPS ഇപ്പോൾ സംസ്ഥാനത്തിന്റെ BJPയുടെ ഭാരവാഹിയുമായ ശ്രീരേഖ IPSനെ കളം പിടിക്കാൻ ഇറക്കുന്നു എന്ന്, സ്ത്രീകളുടെ ശബ്ദമാക്കാൻ ഇറക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു. എന്താണ് ഇതിൽ വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ ശ്രീരേഖ IPS വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തൂക്കുമോ എന്നുള്ളത് കുറച്ച് സംശയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോ BJPയുടെ ഭാഗത്തു നിന്നും ശ്രീലേഖ ഇറക്കുന്ന സമയത്ത് അവർ പറയുന്നത് വനിതാ വോട്ടുകൾ, സ്ത്രീ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശ്രീലേഖയെ മുന്നോട്ട് ഇറക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഇനി മുന്നേറ്റത്തിന് വേണ്ടിയിട്ടും അങ്ങനെ കുറെ അധികം കാര്യങ്ങളാണ് ശ്രീലേഖയെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീലേഖയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കേസുകളിലാണെങ്കിലും പുള്ളിക്കാരത്തിനായിട്ടുള്ള എന്ന് വെച്ചാൽ പ്രൊഫഷണലിന്റെ അപ്പുറത്തേക്കും പേഴ്സണൽ നിലപാടുകൾ പറഞ്ഞ് വിവാദത്തിലാകപ്പെട്ട ഒരാളാണ് ശ്രീലേഖ IPS എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് പരിചിതമായി വരുന്നത് ദിലീപേട്ടന്റെ കേസ് തന്നെയായിരിക്കും. ദിലീപിന്റെ ആ ഒരു കേസിൽ പുള്ളിക്കാരത്തിന്റെ ഒരു അഭിപ്രായമൊക്കെ വളരെയധികം വിവാദം സൃഷ്ടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് അധികം ഒരു രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി മുതിർന്ന നേതാക്കന്മാരെയാണ് എല്ലാ പാർട്ടികളും ഉദ്ദേശിക്കുന്നതും കളത്തിലേക്ക് ഇറക്കാൻ ആ ഒരു തലത്തിലേക്ക്. കോൺഗ്രസിന്റെ വൈഷ്ണവെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ട നീതുവിനെ പോലെയുള്ള യുവാക്കളെ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ തീർത്തും മുതിർന്നവർ മാത്രമല്ല. പക്ഷെ ഈ ശ്രീലേഖയെ സംബന്ധിച്ചിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അതാണ് ഏറ്റവും എനിക്കൊരു സ്ട്രൈക്ക് ചെയ്തൊരു സാധനം. സ്ത്രീകളുടെ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വനിതയെ അവിടെ നിർത്തുന്നത് എന്ന രീതിയിലാണ് വരുന്നത്. പുള്ളിക്കാരത്തിന്റെ ഒരു വിവാദം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ഒരു കേസില് പുള്ളിക്കാരത്തി വിക്ടിമിനെക്കാട്ടി കൂടുതലും ആരാണോ കുറ്റം ചെയ്തത് പ്രതിയുടെ അല്ലെങ്കിൽ പ്രതി അനുഭവിച്ച പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് വികാരതീതയായിട്ടുള്ള ഒരാളാണ്. എനിക്കിത് ഫസ്റ്റ് ഇതിന്റെ ആ ഒരു അപ്ഡേഷൻസ് ഒക്കെ വന്നപ്പോ ഡൽഹി ഇലക്ഷൻ ആണ് ഓർമ്മ വന്നത്. ഡൽഹിയിൽ BJP ഇറക്കിയ ഒരു തന്ത്രം ഉണ്ടായിരുന്നു. ഡൽഹിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഒരു വനിതയെ തരുന്നു, ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാട്ടിലും BJP ആണ് ഏറ്റവും കൂടുതൽ വനിതകളെ മുന്നോട്ട് വരുന്നത്, വനിതകൾക്ക് അവസരങ്ങൾ നൽകുന്നത്. അത് രാഷ്ട്രപതി മുതൽ ഓരോ കാൻഡിഡേറ്റിനും BJP മാത്രമല്ല, കോൺഗ്രസ് ആയാലും അതേപോലെ തന്നെ ഇപ്പൊ CPM ആയാലും ഇപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിന് കഴിഞ്ഞ മേയർ രാജേന്ദ്രൻ ഒരു സ്ത്രീയായിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് പട്ടികയിൽ വളരെ വനിതാ സാന്നിധ്യമുള്ള വ്യക്തികളൊക്കെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയത് വനിതകളുടെ വോട്ടല്ല, അല്ലെങ്കിൽ വനിതകളുടെ വോട്ട് വേണ്ട. അതെ, ആൺകുട്ടികൾ ഇവിടെ അധികാരത്തിൽ വന്നാൽ ആൺകുട്ടികളായിരിക്കും ഭരിക്കുക എന്ന്. അപ്പൊ അതിനെതിരെ ഭയങ്കര ട്രോളും അതേപോലെ ചർച്ചകളൊക്കെ വരുന്നു. അപ്പൊ മഹിളാ കോൺഗ്രസ് കേരളത്തിൽ പിരിച്ചുവിടാൻ പോവുകയാണോ തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നു. അപ്പോ സ്ത്രീകൾക്ക് ഇപ്പോൾ എല്ലാ പാർട്ടികളും കൃത്യമായുള്ള പരിഗണന കൊടുക്കുന്നു. അവർക്ക് ക്ലെയിം നോക്കാമെന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാ സമരങ്ങളും ശ്രീലേഖയെ സംബന്ധിച്ചല്ല പറയുന്നത്, കോൺഗ്രസിന്റെ സമരങ്ങളിലെല്ലാം തന്നെ മുന്നിൽ നിൽക്കുന്ന തിരുവനന്തപുരത്തെ സുപരിചിതരായ പുതുമുഖങ്ങളായ ഇവരെല്ലാം തന്നെ കോൺഗ്രസിന്റെ സമരങ്ങളിലായാലും മറ്റ് പരിപാടികളിലായാലും മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ്. ഒരുപാട് അടി കൊണ്ടിട്ടുള്ളവരാണ്, പാർട്ടിക്ക് ത്യാഗം സഹിച്ചവരാണ്. അപ്പൊ സംഘടന എന്ത് പറയുന്നത് ചെയ്യുകയാണ്. അപ്പൊ അവരെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ ശ്രീലേഖയ്ക്ക് തിരിച്ചു വരികയാണെങ്കിൽ ശ്രീലേഖ മേയർ സ്ഥാനാർത്ഥി ആവുമോ? മേയർ സ്ഥാനാർത്ഥി ആകുവാണെങ്കിൽ തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനില്ല. ശ്രീലേഖയെ സംബന്ധിച്ച് ഓൾറെഡി അവർക്കൊരു ഹൈപ്പ് ഓൾറെഡി ഉണ്ട്. ആദ്യത്തെ വനിതാ DJP എന്ന രീതിയിലേക്ക് പുള്ളിക്കാരത്തെ സംബന്ധിച്ച് ഒരുപാട് മാധ്യമങ്ങളാണ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തെ കൈകാര്യം ചെയ്ത ഒരുപാട് കേസുകൾ സംബന്ധിച്ചിട്ടാണെങ്കിലും ചില വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ശ്രീലേഖയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു ഇലക്ഷൻ തലത്തിലേക്ക് പുള്ളിക്കാരത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ ഒരുപാട് അങ്ങോട്ട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പല നിലപാടുകളും മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരു നിർമ്മല സീതാരാമൻ ആകാനുള്ള ചാൻസ് ഒക്കെ ശ്രീലേഖയ്ക്ക് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും നല്ലൊരു ഇമേജ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ അയൺ ലേഡീസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്തരത്തിലൊരു രീതിയിലൊരു ഇമേജും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണവും BJPയുടെ പൊളിറ്റിക്സ് ഒക്കെ അംഗീകരിക്കുന്നെങ്കിലും അത്തരത്തിൽ IPS കാര്യമായിട്ടുള്ള ശ്രീലേഖയ്ക്ക് വാർഡ് തലത്തിൽ ഇറങ്ങി താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒന്നാമത്തെ കാര്യം അവര് നിലനിന്നിരുന്ന ഒരു സമയത്ത് തന്നെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ഇമേജ് എല്ലാവരെയും കൂടെ നിർത്തുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു നല്ല ഒരു ഇമേജ് അവർക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഇത്തരം ഞാൻ പറഞ്ഞില്ല, അത്തരം വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ലാതെ ശ്രീലേഖയ്ക്ക് അല്ലാതെ വലിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകളോ ഒരു നെഗറ്റീവ് ഇമേജുകളോ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അത്തരം ഒരു നെഗറ്റീവ് ഇമേജ് ഇല്ലാത്ത ഒരാളെ സ്ത്രീ പ്രതിനിധി എന്ന രീതിയിൽ നിർത്തുമ്പോഴത്തേക്കും അതിന്റേതായ ഓളങ്ങളും, കാരണം രാജീവ് ചന്ദ്രശേഖരനെ നിർത്തിയ സമയത്ത് നമ്മൾ കണ്ടതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പുള്ളിക്കാരന് സാധിക്കും. ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം, ആ ഒരു വോട്ടിംഗ് സമയത്ത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ ശശി തരൂരിനെക്കാട്ടിലും പല സമയങ്ങളിലും
ഉയർന്നു നിന്ന വോട്ട് അല്ല അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി MP സമ്പത്ത് മുൻ ആറ്റിങ്ങൽ MP ആണെന്ന് കാണുന്നു, കേൾക്കുന്നു, റിപ്പോർട്ടുകൾ വരുന്നു. ശബരിനാഥ് മികച്ച അക്കാഡമിഷ്യനും അഡ്വക്കേറ്റും ഒക്കെയാണ്. ശ്രീലേഖ IPS. അപ്പോൾ അത്രത്തോളം വിദ്യാഭ്യാസപരമായ ഉന്നതിയിലുള്ള, അത്രത്തോളം സംസാരിക്കാൻ കഴിയുന്ന അക്കാഡമിസ്റ്റുകളായിട്ടുള്ള ഇവരെ ഇറക്കിയിട്ടുള്ള ഒരു കളം പിടിക്കാനാണോ ഇപ്പൊ മൊത്തത്തിലുള്ള ഒരു ഇലക്ഷന്റെ അജണ്ട? തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു സ്ഥാനാർത്ഥിയും ചെറുതായി പോകരുത്, ഇടിച്ചിടിച്ച് നിൽക്കണം. കാരണം അന്ന് നമുക്ക് തിരുവനന്തപുരത്ത് അന്ന് കണ്ട ലോക്സഭ ഇലക്ഷൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഒരു സ്ഥലത്ത് പന്ന്യൻ രവീന്ദ്രൻ വളരെയധികം ശക്തനായ ഒരു നേതാവ്, മറ്റേടത്ത് ശശി തരൂര്, അതിന്റെ അപ്പുറത്തേക്ക് വരുവാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ. മൂന്നിടങ്ങളിലും എവിടേക്ക് വോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്കും തീരദേശ മേഖലയിൽ പോകുമ്പോൾ ശശി തരൂരിനാണെങ്കിൽ കോർപ്പറേഷൻ മേഖലയിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. പന്ന്യൻ രവീന്ദ്രനായിരുന്നെങ്കിൽ എല്ലായിടത്തും ഒരു മിക്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ 3 സ്ഥാനാർത്ഥികൾ വരുമ്പോഴത്തേക്കും പന്ന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അതെ, അതാണ് ഏറ്റവും വിഷമകരമല്ലേ. അപ്പൊ അവിടെ CPM-കാർ പ്രവർത്തിച്ചില്ലേ എന്നൊരു ചോദ്യം നമുക്ക് അവിടെ പോയി ചോദിക്കേണ്ടി വരും. അത്രയും നല്ലൊരു നേതാവ് 3ാം സ്ഥാനത്തേക്കൊക്കെ പിന്നോട്ട് പോകും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ശബരിനാഥന്റേതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അത് CPM-കാർ തന്നെ, അല്ലെങ്കിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഒക്കെ അംഗീകരിച്ചുള്ള കാര്യമാണ്. അദ്ദേഹം വന്നത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് 10 സീറ്റുകളാണ് ഇപ്പൊ കോൺഗ്രസിനുള്ളത്. ആദ്യ 10ൽ നിന്ന് രണ്ടാമതേക്ക് എത്തുക, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തുക. എന്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മാറ്റം ഉണ്ടാകും. 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ പറ്റും. ആര് 3ാമതേക്ക് തള്ളപ്പെടും എന്നുള്ളത് ചോദ്യമാണ്. അത് BJP ആണോ CPM ആണോ 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരു സംശയം. തന്നെയാണ് 1ാം സ്ഥാനത്ത് നിലവിൽ ഇപ്പോഴും നിൽക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ഇവരെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണങ്ങളിലേക്കോ ഇത്തരം കാര്യങ്ങളിലേക്കോ സമയമായി വരുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ വാക്പോരുകൾ, വാഗ്വാദങ്ങൾ, ഇനിയിപ്പോ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസിന്റെ കൂടാരങ്ങളായ നാക്കുപിഴകൾ ഇവർ ഉപയോഗിക്കാൻ പോകുന്നത്. എന്തായാലും KC ഉപയോഗിച്ച ആ ഒരു കാര്യം ഇവര് ഇലക്ഷൻ അല്ലെങ്കിൽ പ്രചരണ സ്ത്രീ വോട്ടുകൾ കോൺഗ്രസിന് വേണ്ട, ഇങ്ങനെ ഒരു നിയമസഭയിൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി അറിഞ്ഞു വന്നു നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ പരിഗണനയും ഈ സർക്കാർ നൽകാൻ പോകുന്നില്ല. അപ്പോ സ്ത്രീകളുടെ പ്രതിനിധിയായി ശ്രീലേഖ ഇറക്കുന്ന സമയത്ത് സ്ത്രീ വോട്ടുകളൊക്കെ അങ്ങോട്ട് ഒഴുകില്ല എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ രാഹുൽ ഗാന്ധി ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംഭവം ശരിയാണ്. ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻസ് ആണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണം വരുന്ന സമയത്ത് ചിലപ്പോ ഏറ്റവും കൂടുതൽ ഈ ഒരു ശബരിനാഥിനായി രാഹുൽ ഗാന്ധി തന്നെ ചിലപ്പം തിരുവനന്തപുരത്ത് ഇറങ്ങിയേക്കാം. അങ്ങനത്തെ ഓളം സൃഷ്ടിക്കാൻ സാധിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി പ്രഭാവത്തിൽ ശബരിനാഥ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്.